അളിയ പോകണം. അളിയ പോണ്ടല്ലേ ഇല്ലേ? വേറെ പ്രശ്നമൊന്നുമില്ലേ? അവന്മാരെ പയ്യന്മാരല്ലേ, അവർക്ക് പറയാൻ മനസ്സിലാവും. അച്ഛാ പയ്യന്മാരായോണ്ടാണ് പറഞ്ഞത്, ഞാൻ പോയി സംസാരിക്കാം. നീ അച്ഛനെ പോലെ ആയി നശിച്ചോണ്ട് വരെയാണ്. നിന്റെ സംസാരം ശരിയല്ല, നീ നിർത്തിക്കോ. എടാ അവൻ ക്രിമിനലാണ്, പോരാത്ത 2 കേസ് പ്രതിയാണ്. പിന്നെ ലാലുവിന്റെ വലം കൈയാണ്. അവന് നമ്മളത് വൈരാഗ്യമുണ്ട്. ചെന്തരച്ച ഗുണ്ടകളുടെ കാര്യം പറഞ്ഞ് പേടിപ്പിക്കണത് നമ്മൾ കാണാത്ത ഗുണ്ടകളാ. എടാ ചെറുക്കാ കേശു, നിന്റെ വർത്താനം ശരിയല്ല. നീ അച്ഛനെ പോലെ ആയി നശിക്കരുത്. നീ എന്താ അച്ഛനെ പോലെന്ന് പറഞ്ഞ ഈ പറഞ്ഞു വരുമ്പോ ഞാനാണ് ഗുണ്ട, ജോലിയുടെ ഗുണ്ട. എന്തൊരു വിധിയുടെ ഇത്? ഇത് എനിക്ക് നാണക്കേടുള്ള കാര്യം തന്നെ. എന്ത് നാണക്കേടെന്ന്? ചോദിക്കേണ്ട സാധനം ചോദിക്കണം, പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം. അല്ല നാണക്കേടെന്ന് പറഞ്ഞോണ്ടിരുന്ന കാര്യമില്ല. അതുകൊണ്ടല്ല എന്നെ ആരെങ്കിലും പറഞ്ഞാൽ ഞാനല്ലേ തിരിച്ചു ചോദിക്കണ്ടേ, അല്ലെങ്കിൽ 2 പൊട്ടിക്കേണ്ടത് ഞാനല്ലേ. ഇതിപ്പോ നിങ്ങൾക്ക് പ്രശ്നമാണെന്ന് വെച്ചിട്ടാണ് ഞാൻ മിണ്ടാണ്ടിരുന്നത്. അത് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ നല്ല ഇറങ്ങി പോകുന്ന. എന്നാ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ ആണുങ്ങൾ പോയാൽ ശരിയാവില്ല. ഞാൻ ശിവയായിട്ട് പോയിട്ട് നൈസായിട്ട് ഡീലേറ്റ് വരാം. എന്നാ ഞാനും വരാം. അച്ഛൻ അതിരുന്നോ, ഞങ്ങൾ നോക്കോളാം. കൊള്ളാം. ഇവിടുത്തെ ഗുണ്ടോളം മുഴുവൻ ഒതുക്കുകയാണെങ്കിൽ മുട്ട വാരും. ഞാൻ അതിരിക്കാണ്. അളി എണ്ണ കുഴമ്പ് തേച്ച് ചൂടുവെള്ളത്തിൽ കുളിച്ച് അകത്തവൻ കയറിയിരി. അളിയന്റെ റിട്ടയർമെന്റ് പ്രായം കഴിഞ്ഞു, വയസ്സായി.